അസ്സാം വലൈക്കും വറഹമത്തുള്ള. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ BPA ഗഫൂർ സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും. നമ്മൾ സൂചിപ്പിച്ചത് കേരളത്തിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ചാണ്. PV അൻവർ MLA അദ്ദേഹം ഒരു കേന്ദ്ര ബിന്ദുവായി നടന്നു വരുന്ന ചില ചർച്ചകളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചില ഇഷ്യൂകളുമുണ്ട്. മുൻകാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മാത്രം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് കടന്നു വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കടന്നു വരികയാണ്. സർക്കാരിനെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ചില ഗൗരവകരമായ വിഷയങ്ങളാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറിയിട്ട് അത് ബ്യൂറോക്രസിയിലേക്ക്, ഉദ്യോഗസ്ഥരിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ ലക്ഷണമാണ്. ഇത് സത്യത്തിൽ ഇത് അൻവർ ഉയർത്തി, അല്ലെങ്കിൽ അതിനെ സർക്കാരും അൻവറും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ക്ലാഷ് എന്നതിലുപരി കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് നിരന്തരമായി ഉയർന്നു കേൾക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ നിരന്തരമായി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ അൻവർ ഇത് പൊതുജന മധ്യത്തിലേക്ക് എടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. അതാരും ഉന്നയിച്ചു എന്നുള്ളതല്ല, ആ വിഷയത്തിൻ്റെ കാതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ ഒരു സ്വഭാവം അതിലംഘിച്ച് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും അതീതമായി ഒരു സ്വയം ഭരണ പ്രഖ്യാപിത സ്ഥാപനമായി മാറിയിട്ടുണ്ട് പോലീസ്. ഭരണകൂടത്തോടോ ജനാധിപത്യ സംവിധാനത്തോടോ ബാധ്യതയില്ലാതെ പോലീസിങ് ആണ്, യഥാർത്ഥ പോലീസ് സെൽ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് ഗൗനിക്കാൻ സമൂഹം തയ്യാറായിരുന്നില്ല. കാരണം ഇതൊരു വെറും രാഷ്ട്രീയമായ ഒരു ക്ലാഷിലേക്ക് വന്നപ്പോഴാണ് ഇന്ന് കേരളം ഇത് ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഈ സർക്കാരിൻ്റെ പോലീസ് സ്റ്റാർട്ടിങ്, ഈ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 8 വർഷം മുമ്പുള്ള സ്റ്റാർട്ടിങ് തന്നെ വളരെ അപകടകരമായ ഒരു നിലയിലേക്കാണ് വന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ അൻവർ ഉന്നയിക്കുമ്പോഴുണ്ടായ ഒരു സ്ഥിതിവിശേഷമല്ല. ഈ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് പിണറായി സർക്കാരിൻ്റെ പോലീസ് വിങ്ങിൽ തുടക്കം കുറിച്ചപ്പോൾ തന്നെ മോദിയുടെ വലങ്കായി പ്രവർത്തിച്ച ലോക്നാഥ് ബെഹ്റയാണ് കേരളത്തിലെ DGP ആയിട്ട് കൊണ്ടുവരുന്നത്. അത് തന്നെ ഏറ്റവും അപകടകരമാണ്. അന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പല ബുദ്ധിജീവികളും എടുത്തു കാണിച്ചതാണ്. പക്ഷെ അന്ന് ആരും അത് പരിഗണിച്ചില്ല. ശേഷം വരുന്നത് പോലീസിൻ്റെ ഉപദേശകനായിട്ട് പാലക്കാട് സിറാജുന്നിസ വധക്കേസിലെ ഏറ്റവും ആരോപണ വിധേയനായ രക്തദാഹി എന്ന് പോലും വിളിക്കപ്പെട്ട ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ കേരള പോലീസിൻ്റെ അഡ്വൈസറായി കൊണ്ടുവന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നു. അതിന് പുറമെ കേരളത്തിലെ എല്ലാവിധ മാഫിയ സംഘങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുമായി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ എന്ന ആളെ ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ പോലീസിൻ്റെ ഒരു ഒറ്റയാൻ പട്ടാളമായിട്ട് നിയമിച്ചു. ഇതൊക്കെ കൂടിയുള്ള ഈ കൂട്ടുകമ്പനി കേരളത്തിലെ ബ്യൂറോക്രസി എന്ന് മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന, സമൂഹത്തോട് പോലീസിനുള്ള ഒരു ബാധ്യത ഉണ്ട്. ആ ബാധ്യത വിസ്മരിച്ചുകൊണ്ട് ചില മാഫിയ സംഘങ്ങളുമായി കൂട്ടുകൂടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഈ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് TP സെൻകുമാറായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ പിണറായി വിജയൻ, അന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ രീതിയിൽ TP സെൻകുമാറിനെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു RSS ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയത്. പക്ഷേ അധികാരത്തിലെത്തുമ്പോൾ പെട്ടെന്നൊരു മാറ്റം അദ്ദേഹത്തിന് വന്നതാണോ? എന്താണ് അതിനൊരു സാധ്യത? അത് രാഷ്ട്രീയമാണ് വിഷയം. അൻവർ ഉയർത്തുന്നതും ആ വിഷയം കൂടിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിക്കപ്പെടേണ്ടതാണ്. അതായത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചില താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നത് CPMൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ താല്പര്യം എന്നാണ് അൻവർ ഇപ്പോൾ ആരോപിക്കുന്നത്. അത് എത്രമാത്രം വസ്തുത ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ കൂടി പുറത്തു വരേണ്ടതാണ്. ഈ
പോലീസിലെ RSS വൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് വിധേയപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പല വിഷയങ്ങളിൽ അതിൻ്റെ അനുരണനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. റിയാസ് മൗലവി വധക്കേസിലടക്കം പ്രതികൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു ചർച്ചയിൽ രാഷ്ട്രീയ വിശകലനം നടത്തിയ സമയത്ത് അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയിട്ടുള്ളത് BJPക്ക് വളരാനൊരു സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിലൊക്കെ പോലീസിൻ്റെ പങ്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ ചെയ്യുന്നത്? കൃത്യമായി തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഹാദിയ മതം മാറ്റ കേസ് വളരെ സില്ലി കേസാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു പ്രശ്നമേ അല്ലാത്തൊരു സംസ്ഥാനത്ത് ഈ ഒരു കേസിനെ കേരളത്തിലെ പോലീസ് കൊണ്ടെത്തിച്ചത് NIA അന്വേഷിക്കേണ്ടുന്ന ഒരു തീവ്രവാദ കേസാണ്, രാജ്യദ്രോഹ കേസാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ടീമാണ് കേരളത്തിലെ പോലീസ്. ഇത് ഇന്നും ഇന്നലെയും റിയാസ് വധക്കേസൊക്കെ പിന്നെ വരുന്നത്. കൊടിഞ്ഞി ഫൈസൽ അതിൻ്റെ മുന്നുണ്ട്. കൊടിഞ്ഞി ഫൈസലിൻ്റെ കേസ് അട്ടിമറിച്ചു, വളരെ വ്യക്തമാണ്. ഇതിലൊക്കെ സംഘ് പരിവാറാണ് പ്രതികളെന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ കേസ് അട്ടിമറിച്ചു. ഇവിടെ അതുപോലെ തന്നെ റിയാസ് മൗലവീൻ്റെ വധക്കേസ്, പാലത്തായി പീഡനക്കേസ് കൃത്യമായിട്ട് തെളിവുകളുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ ഇന്ന് റോട്ടിലിറങ്ങി നടക്കുകയാണ്. നേരെ മറിച്ച് തീവ്രവാദികളാണോ അല്ലേന്ന് ഇപ്പോൾ പനായിക്കുളം സിമി കേസ്, അത് ഈ സുജിത്താണ് ആ കേസ് ഉണ്ടാക്കിയത് എന്നിപ്പോൾ വ്യക്തമായ അൻവർ പോലും പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലുള്ള ഒരുപാട് കേസുകൾ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അത് കൃത്യമായിട്ട് തെളിവുകൾ ഓരോന്നോ എണ്ണി പറഞ്ഞ് അൻവർ നിഷേധിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം കൂട്ടുകെട്ട് ഇന്ന് പരസ്യമാണ്, അത് നിഷേധിക്കാൻ സാധിക്കാത്ത വസ്തുതകൾ. ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു പാനായിക്കുളം കേസ്. അതിൽ കോടതി വെറുതെ വിട്ട ആളെ, അതായത് കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ആളെ പിന്നീടും ഈ അടുത്തൊരു വിഷയത്തിൽ വീട്ടുതടങ്കലിലാക്കി അല്ലെങ്കിൽ കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതും ഇത്തരത്തിൽ തന്നെ കാണേണ്ട ഒരു സംഗതി. ഈ മുസ്ലിം ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മലപ്പുറം ജില്ലയിൽ താമിർ ജഫ്രി അദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു അന്വേഷണ സംഘമുണ്ട്. ഈ അന്വേഷണ സംഘം ഇത്തരം ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ പ്രതികളാക്കി തീർത്തിട്ട് അവരുടെ ജീവിതോപാധികളും അവരുടെ ജീവനും, ഇപ്പോൾ എടവണ്ണ റിദാൻ കൊലക്കേസ് വരെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കേസുകളിലൊക്കെ ദുരൂഹത പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ ആരോപകർ ഉന്നയിക്കുന്നുണ്ട്, പക്ഷെ അന്വേഷണം നടക്കുന്നില്ല. അതാ പറയുന്നത്, ഇത് ഒരുപാട് കേസുകളിൽ മുസ്ലിം ചെറുപ്പക്കാരെ അവരുടെ രാഷ്ട്രീയമായി മാത്രമല്ല അവരുടെ ജീവിതോപാധിയും അവരുടെ ഭാവിയും നശിപ്പിക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട പോലും ഇവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കള്ളക്കടത്ത് കേസ്, അതോടൊപ്പം മയക്കുമരുന്ന് കേസ്, ഡാൻസ് ഓഫ് പോലെ ചില സംഗതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലും സർക്കാർ ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതെയാക്കുവാനോ ഇതിനെ മറികടക്കുവാനോ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അത് മുസ്ലിങ്ങളോടുള്ള ഒരു വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതല്ല പോലീസിനോട് വിധേയപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള പോലീസ് ഇപ്പോൾ സത്യത്തിൽ ഡൽഹി പോലീസിൻ്റെ സമാപനമാണ്. ഡൽഹിയിലെ പോലീസിന് ഡൽഹി സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധമില്ല, ആ ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സർക്കാരിൻ്റെ പോലീസ് നയം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർക്കാരിന് ഒരു നിയന്ത്രണം ഇല്ലാത്ത രൂപത്തിൽ കേന്ദ്രം ഒരു റിമോട്ട് കൺട്രോളിങ് കേരളത്തിലെ പോലീസിനുണ്ടെന്ന ഈ ഉപദേശകന്മാരും ഈ അഡ്വൈസർമാരും ഒക്കെ അവരുടെ വകയായിട്ട് വന്നവരാണ്. അപ്പം സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം. ഇപ്പോൾ ശബരിമല സമരകാലത്ത് അത് കൃത്യമായി ബോധ്യപ്പെട്ട വത്സൻ തില്ലങ്കേരിയൊക്കെ അവിടെ പോലീസിനെ നിയന്ത്രിച്ചൊരു സാഹചര്യം ഉണ്ടായി ശബരിമലയിൽ. അത് ഒരുപാട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ RSSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് PSC എഴുതിയ ഏകദേശം എല്ലാവർക്കും കേരള പോലീസിൽ നിയമനം കിട്ടി. ഇതൊക്കെ കാണിക്കുന്ന ഇവരാണ് പിന്നെ ഈ സമൂഹത്തിൽ നിയമപാലകരായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ ഇപ്പോൾ അലന്താഹയൊക്കെ അതൊക്കെ NIAയുടെയും രാജ്യദ്രോഹ കുറ്റത്തിൻ്റെയും പരിധിയിലേക്ക് കൊണ്ടുവന്നത് ഇത്തരം പോലീസുകാരാണ്. ഇത്തരം പോലീസുകാരെന്ന് കേരളത്തിലെ പോലീസിന് ആകെ പിടിമുറുക്കുക. ഞാൻ പറഞ്ഞില്ല, ഭരണകൂടവും ഇവരും തമ്മിൽ ഇവരൊരു സ്വതന്ത്ര മാഫിയ സംഘമായി മാറി. സർക്കാരിനോടോ ജനാധിപത്യ സംവിധാനത്തോടോ ഇവർക്കൊരു ബാധ്യതയില്ലാത്ത വിധം ഇവർ സ്വയം ഭരണമായി അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കേരളത്തിലെ സർക്കാർ അവർക്ക് ബാധ്യതപ്പെട്ടു കിടക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലീസുകാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്യൂറോക്രസിയുള്ള വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടല്ല RSSനോട് വിധേയമുള്ളത് കൊണ്ടാണോ, അതല്ല സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ? ഈ രണ്ട് കാരണങ്ങളിൽ ഏതാണ് കൂടുതലായിട്ടും? സ്വന്തം താല്പര്യമല്ല, ഇവർക്കൊക്കെ RSSുമായി അതാണ് പല കേസുകളിലും. ഇപ്പോൾ പാലക്കാട് ഇവിടെ ഇപ്പോൾ BJP നേതാക്കൾ കൊടകര കള്ളപ്പണക്കേസ്
കാസർഗോഡ് കള്ളപ്പണക്കേസ്, ഈ CK ജാനുവിന് പണം കൈമാറിയതുമായിട്ട് സുരേന്ദ്രന് നേരിട്ടുള്ള ബന്ധം തെളിയിക്കപ്പെട്ട കേസുകളാണ്. ഈ BJPക്കാർ നേതൃത്വം ഇതിൽ വ്യക്തമായി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞ കേസുകൾ പലതും അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വിധേയത്വമല്ല, ഇതൊരു സംഘ് പരിവാർ ഗാങ്, ഒരു ബ്രാഞ്ച് പോലീസ് പ്രവർത്തിക്കുന്നു. അവരുടെ അജണ്ട അനുസരിച്ചാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവർ ഫെയർവെൽ ആഘോഷം നടത്തിയപ്പോൾ 27 കുട്ടികൾക്കെതിരെ അവർ കേസ് ചുമത്തുകയും അറസ്റ്റ് ചെയ്ത് അവരുടെ പരീക്ഷ മുടക്കുകയും ചെയ്തു. ആ 27 കുട്ടികളും മുസ്ലിങ്ങളായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബോധപൂർവമായി ഈ മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നുള്ള RSSൻ്റെ ടാർഗറ്റാണ് പോലീസിൽ കൂടി നടപ്പാക്കപ്പെടുന്നത്. TP സെൻകുമാർ വിരമിച്ചതിന് ശേഷം പിന്നീട് RSSുമായി ചേർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പല കേസുകളും അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ BJPയിൽ ചേർന്നു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്തകൾ കടന്നു വരുന്നുണ്ട്. ഇതിന് തുടർച്ചകൾ ഉണ്ടാവാൻ തന്നെയല്ലേ സാധ്യത? തുടർച്ചകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന അജിത് കുമാർ ആയാലും സുജിത്ത് ആയാലും ഇവരൊക്കെ എത്തിപ്പെടുന്നത് RSSലേക്കും BJPയിലേക്കും തന്നെയാണ്. ഇവർക്കൊന്നും ഈ സർക്കാരുമായി യാതൊരു പ്രതിബദ്ധതയില്ല. സർക്കാരിൻ്റെ അജണ്ട അല്ല ഇവർ നടപ്പിൽ. എന്നാൽ സർക്കാരിൻ്റെ അജണ്ട നടപ്പിലാക്കണം എന്ന് ബാധ്യതപ്പെട്ട ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏത് വിമർശനങ്ങളെയും ലളിതവൽക്കരിച്ചുകൊണ്ട് പോലീസിന് അനുകൂലമായി പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രതിഷേധങ്ങളെയും തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് വലിയ പീഡനങ്ങളാണ്, പ്രയാസങ്ങളാണ്, വിവേചനങ്ങളാണ് എന്ന് പല മേഖലകളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പലപ്പോഴും സമ്മേളനങ്ങളിൽ പോലും, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും അത് ചർച്ചയായി വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഒരു വേള നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അണികൾ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുന്നത്? അണികൾ രണ്ട് വിധം. ഇപ്പോൾ വയനാട് ജില്ലാ CPMൻ്റെ സെക്രട്ടറി പറയുന്നു, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെ വയനാട്ടിൽ പോലീസ് കേസെടുത്തു. അവിടുത്തെ SFI വനിതാ നേതാവിനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവർ ആ സ്ഥലത്തില്ലാഞ്ഞിട്ട് പോലും പോലീസ് അവർക്കെതിരെ കേസെടുത്തു. അപ്പം അവർക്ക് പോലും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആകെ CPM ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആക്ഷേപം എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനുകൾ സഖാക്കൾ ഭരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ആരോപണത്തിന് വകയില്ല. കാരണം ഇന്ന് ഒരൊറ്റ സഖാവിനും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു റെക്കമെൻഡ് ചെയ്താൽ അവർക്ക് കൂടുതൽ പണിഷ്മെൻറ്റ് എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അത് പകൽ പോലെ വെളിച്ചാണ്. അതായത് പോലീസ് നടപ്പിലാക്കുന്നത് സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ നയമല്ല എന്ന് വ്യക്തമാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കേസുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഒരു വേള വളരെ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. പല വിഷയങ്ങളിലും മൾട്ടിപ്പിൾ FIR ഇടുന്നു, ഒരേ കേസ് വരുന്നു, അതിന് മൾട്ടിപ്പിൾ FIR ഇടുന്ന സാഹചര്യമുണ്ട്. ഇത് മലപ്പുറം ജില്ലയുടെ യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിലുമുള്ള സുരക്ഷിതത്വം ഇല്ലാതെയാകില്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? രണ്ട് കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 12,000 കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 45,000 കേസിലേക്ക് അത് 40% ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്രൈം കേന്ദ്രമാണ് മലപ്പുറം. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് മലപ്പുറത്തെ കൊണ്ടുവരികയും അവിടെ പട്ടാള ക്യാമ്പ് ആരംഭിക്കുകയും അങ്ങനെ ഈ മുസ്ലിം സമുദായത്തെ മുമ്പ് ജമ്മു കാശ്മീരിനെ എങ്ങനെയാണോ അങ്ങനെ പരിവർത്തിച്ചത്, അതായത് ലോകത്ത് സമാധാനാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പട്ടാള വിന്യാസിച്ച ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ആ അവസ്ഥ തന്നെ മലപ്പുറത്തേക്കും കൊണ്ടുവന്നിട്ട് ഇവിടെ ക്രിമിനലുകളുടെ ആസ്ഥാനമാണ്. ഇവിടെ ക്രൈം റേറ്റ് വളരെ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ പ്രത്യേക നിയന്ത്രണം നാഷണൽ ഗവൺമെൻറ്റിൻ്റെ, നാഷണൽ ആഭ്യന്തര വകുപ്പിൻ്റെ, രാജ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഒക്കെ നിയന്ത്രണം മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ മലപ്പുറത്തുള്ള എല്ലാ വികസനങ്ങളും ഇതാക്കിയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കാലത്ത് നമുക്ക് ചരിത്രം വായിച്ചാലറിയാം, ഈ ജമ്മു കാശ്മീരിലൊക്കെ തീവ്രവാദികളെ സൃഷ്ടിച്ചത് പട്ടാളമാണെന്നുള്ള ഒരു ആരോപണമുണ്ട്. അവർ പോകുമ്പോൾ ആയുധങ്ങൾ അവിടെ കളഞ്ഞു വെച്ച് പോകല, എന്നിട്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് മരിക്കുക. ഫേക്ക് എൻകൗണ്ടേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ നടന്ന ആ കാലത്ത് കാശ്മീരിലാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിരന്തരമായ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ യുവാക്കൾ ആയുധം എടുക്കാൻ തയ്യാറാവും. അങ്ങനെ അവിടെ ഒരു ഭീകരവാദം തീവ്രവാദം ആരോപിച്ചിട്ട് മലപ്പുറം ജില്ലയെ തകർക്കുക, അതായത് അവിടുത്തെ സമുദായത്തെ തകർക്കുക എന്നുള്ളൊരു അജണ്ട തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ചുരുക്കം പറഞ്ഞാൽ തീവ്രവാദികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നൊരു ക്ലിപ്പിൽ
പോലീസുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നായിരുന്നു സ്വർണം പൊട്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലേക്ക് വരുന്നത്. അതിനും ADGP അജിത് കുമാറിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സംസാരങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ADGPയുടെ നോമിനിയാണല്ലോ സുജിത്ത്. ഈ സുജിത്ത് കസ്റ്റംസിൽ കേസ് വരാതെ കൊണ്ടോട്ടിയിലാണ്, മലപ്പുറത്താണ് ഏറ്റവും അധികം സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നത് എന്ന് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇവിടെ എയർപോർട്ടിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് പിടിക്കുന്നില്ല. അവരും പോലീസും ഒത്തുകളിക്കാണ്. അവരവിടുന്ന് തിരിച്ചു വിടുന്നു. എന്നിട്ട് പോലീസിന് വിവരം കൊടുക്കുന്നു, ദാ ഇന്ന വണ്ടിയിൽ വരുന്നുണ്ട്. അവിടെ കൊണ്ടോട്ടിയുള്ളൊരു തട്ടാന വെച്ചിട്ട് ഇത് ഓഹരി വെക്കുകയാണ്. ആ ഓഹരി വെച്ചിട്ട് അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിലുള്ള ക്ലാഷ്. അത്തരം ഒരു കേസിലാണ് എടവണ്ണ റിദാൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ പോലീസ് സകല മാഫിയകളുടെയും ഒരു ഏജൻറ്റ്, അതിൻ്റെ സംരക്ഷകരും പങ്കാളികളെയും മാറുന്ന ഒരവസ്ഥ. ഇതിനെ നിയന്ത്രിക്കേണ്ട ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായി ഇരിക്കുകയും ചെയ്യും. ഇതിന് ഏത് രീതിയിലുള്ള നടപടിയാണ് കടന്നു വരേണ്ടത്? യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. അതല്ലാതെ ഒരു സാധാരണ പൗരന് കോടതിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള സാധ്യതകൾ അവിടെ തുറന്നു വെക്കുന്നുണ്ട്. കോടതിയിൽ എപ്പോഴും തെളിവുകളാണ് സംസാരിക്കേണ്ടത്. നാട്ടിലെന്തൊക്കെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായാലും ശരി, കോടതി വിധിക്കൽ തെളിവുകളുടെ ഈ തെളിവ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തിനെ പറ്റി അന്വേഷിക്കുന്നതാരാ? അതിൽ ആരോപണ വിധേയമായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കണം. തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആ കലക്കാൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തെളിവ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പ്രതികളും രക്ഷപ്പെടുന്ന സാഹചര്യം വരും. ADGP ആണ് ആരോപണ വിധേയനായി നിൽക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു സംഗതി ഉണ്ടാകണമല്ലോ. കാരണം താഴെയുള്ള ഒരാൾ അന്വേഷണം നടത്തുന്ന സമയത്ത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ DGP ലെവലിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കാര്യക്ഷമമാണ് എന്നാണ് വിചാരിക്കുന്നത്? അത് കാര്യക്ഷമമാകണമെങ്കിൽ DGPക്ക് അതിന് മാത്രമുള്ള ഒരു പവർ സർക്കാർ കൊടുക്കണം. പക്ഷേ ഇപ്പം നമുക്കൊരാളെ കുറ്റപ്പെടുത്തല്ല, അയാളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അജിത് കുമാറിനെ നിയന്ത്രിക്കാനുള്ള പവർ DGPക്ക് ഇല്ല. കാരണം അജിത് കുമാറിനേക്കാളും സർക്കാരിലെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അജിത് കുമാറാണ്. ദർവേഷിനേക്കാളും അജിത് കുമാറാണ് സർക്കാരുമായി ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദർവേഷ് അവിടെ DGP എന്നുള്ള ഒരു സ്റ്റാമ്പ് എന്നൊക്കെ നിൽക്കുന്നുള്ളൂ. പിന്നെ സുജിത്തിനെ പോലുള്ള കീഴുദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തൊട്ടുക്കും അജിത് കുമാറിൻ്റെ പങ്കാളികളായിട്ടുള്ളത്. ഇത് തെളിയിക്കപ്പെട്ടാൽ ഈ ആരോപണങ്ങൾക്ക് ഒന്നും യാതൊരു ഇതുണ്ടാവില്ല. ആരോപണങ്ങളായി നിൽക്കും, തെളിവുകൾ ഉണ്ടാവില്ല, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതിന് ആ രൂപത്തിലുള്ളൊരു പോലീസ് സംവിധാനം കേരളത്തിൽ വരണം. ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണ വിധേയനായ ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഇവിടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് കുറ്റാരോപിതർ ആരൊക്കെയാണോ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വേണം അന്വേഷിക്കുക. കാരണം അല്ലെങ്കിൽ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവരെ കീഴുദ്യോഗസ്ഥന്മാരാണ്. ഇവർക്കൊക്കെ ഇവരുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഏത് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തുള്ളൂ. അന്വേഷണം സത്യസന്ധമാകണം, നടപടി വരണം എന്നുണ്ടെങ്കിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തും. ഇത് LDFിലേക്ക് വരികയാണെങ്കിൽ LDFിൽ ഇന്നിപ്പോൾ ഒരു പ്രസ്താവന ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മാറ്റി നിർത്തിയേ പറ്റൂ എന്ന് CPIയുടെ LDFിലെ രണ്ടാമത്തെ കക്ഷിയായ CPI അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മുൻകാലഘട്ടങ്ങളിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പോലെ തന്നെ ഇപ്പോഴും സ്വീകരിക്കപ്പെടാതെ പോകാനാണോ സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ LDFിൻ്റെ ചട്ടക്കൂട് പണ്ടത്തെ പോലെ ഒരു മുന്നണി സംവിധാനം എന്ന് പറയാവുന്ന സംവിധാനമല്ല ഇപ്പോൾ. CPMൻ്റെ പോലും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലല്ല, മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് ഇപ്പം നടക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതേ രൂപത്തിലാണ് ഇന്ന് കേരളത്തിലും ഭരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ ശബ്ദത്തിന് ഇപ്പോൾ ആനി രാജ, CPIൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ആനി രാജ ഇവിടെ പബ്ലിക്കായിട്ട് കേരളത്തിൽ വന്ന് സംസാരിച്ചതാണ് കേരളത്തിലെ പോലീസിൽ RSSൻ്റെ ഫ്രാക്ഷൻ ഉണ്ട് എന്ന്. പക്ഷേ അന്ന് അവരെ വിമർശിക്കുകയായിരുന്നു ഇവിടുത്തെ സംസ്ഥാന ഘടകം പോലും ചെയ്തത്. അഖിലേന്ത്യാ നേതാവ് ഇവിടുത്തെ കാര്യമെന്ന് പറയേണ്ടാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രിയിൽ ഒരു വിധേയത്വമുണ്ട്. ആ വിധേയത്വത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. നമ്മൾ പ്രതിപക്ഷ പാർട്ടികളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ, ഉയർത്തിക്കൊണ്ടുവരുന്നതിലോ ഏറ്റെടുക്കുന്നതിലോ പ്രതിപക്ഷ പാർട്ടികളും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർ വേണ്ട രീതിയിൽ അത് ഏറ്റെടുക്കുന്നില്ല
എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കം അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ അൻവർ ഒരു ഭാഗത്ത് വെക്കൂല. ഇപ്പം എന്താ വെച്ചാൽ അൻവറും കേരള സർക്കാരും തമ്മിലുള്ള, അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ഒരു ഭാഗത്തും സർക്കാരും ആ മുന്നണിയും ഒരു ഭാഗത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. പ്രതിപക്ഷം നിസ്സംഗമായി നോക്കി നിൽക്കുക. സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം സെക്രട്ടേറിയറ്റ് ക്ലിഫ് ഹൗസിലേക്കൊരു മാർച്ച് നടത്തി, യൂത്ത് ലീഗ്. ആ സമയത്ത് ആ ഒരു സമരത്തിന് പിന്തുണ നൽകുന്നതിന് ഒരു മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം PK ഫിറോസാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ രൂപത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അവരിൽ അൻവർ പറഞ്ഞു എന്നുള്ളതാണ് അവരിതിൽ കാണുന്നത്. സത്യത്തിൽ ഇത് അൻവർ പറഞ്ഞല്ല, RSSും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടുത്തെ വിഷയം. ഈ വിഷയത്തിലേക്ക് വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കോൺഗ്രസ് വരുന്നില്ല. കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലത്തിൽ അവരെ തോൽപ്പിച്ചു എന്നുള്ള ഒരു സില്ലി പ്രോബ്ലത്തിലാണ് കേരളത്തെ മൊത്തം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് അൻവറാണോ പറഞ്ഞത് എന്നുള്ളതല്ല. ഇവിടെ ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അൻവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. കേരളത്തിലെ പോലീസിനെ സംഘപരിവാറിൻ്റെ ആനയിൽ കെട്ടി വലിയൊരു അരക്ഷിതാവസ്ഥ കേരളത്തിൽ നടക്കുന്നു. അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും വമ്പിച്ച് വീഴ്ച വരുത്തുന്നുണ്ട്. ഈ അൻവറിനോ PV അൻവർ MLA ഒരു വിദ്വേഷം പലപ്പോഴും പല വിഷയങ്ങളിലും കോൺഗ്രസ്സിന് പോലും ഒരു വിരുദ്ധ നിലപാട്, നല്ലതല്ലാത്തൊരു നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. PV അൻവർ MLA ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പരസ്യ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. മുമ്പുണ്ടായിരുന്ന ഒരു യൂട്യൂബറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്ന സാജൻ സ്കറിയൻ്റെ ആ ഒരു കേസിൽ അൻവർ കൃത്യമായ രീതിയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സമയത്തും കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ അവർക്ക്, അതായത് ആ സാജൻ സ്കറിയക്ക് കൃത്യമായ പിന്തുണ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അത് ഈ അടുത്തുണ്ടായി. സാജൻ സ്കറിയെക്കുറിച്ചും ഇപ്പോൾ ഈ അടുത്ത് അൻവർ പറഞ്ഞപ്പം ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഷിയാസ് എന്ന എറണാകുളം DCC പ്രസിഡൻ്റാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ മെറിറ്റ് എന്താണെന്ന് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നില്ല. അവരെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് ഇദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസ്സിനെ അങ്ങനെ ആക്കി അതല്ലല്ലോ. നിലമ്പൂർ മണ്ഡലമല്ല കോൺഗ്രസിൻ്റെ അജണ്ട വരേണ്ടത്. ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ജനങ്ങൾക്ക് സുരക്ഷിതത്വവും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ബാധ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് വഴിതെറ്റുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ളവർക്ക് ലീഡ് ചെയ്യേണ്ട കോൺഗ്രസ് അൻവർ അങ്ങനെ പറഞ്ഞു, അൻവർ ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട്, മുഖ്യമന്ത്രിയുടെ നിലപാടിന് മൗനാനുവാദം നൽകുന്ന ഒരു സമീപനമാണുള്ളത്. അത് തിരുത്താത്തടത്തോളം കാലം കേരളത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പ്രതിപക്ഷ പാർട്ടിയും ഭരണ പാർട്ടിയും ഒക്കെ ഒരേ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ മറികടക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടത്? മുസ്ലിം സമുദായം ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ടത് ഇത്തരം കേസുകൾ എടുത്തിട്ട് നമ്മൾ രാഷ്ട്രീയ നേതൃത്വങ്ങളെ സമീപിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കണം. ഇപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യപ്രകാരം നിലമ്പൂരിലും ഇവിടെ കോഴിക്കോടുമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, കാരണം ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുന്നില്ല. ഉദാഹരണമായിട്ട് സംസ്ഥാനത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും 200ഓളം UAPA കേസ് ചാർജ് ചെയ്തിട്ടില്ല. കേരളത്തിൽ അത് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ചാർജിങ്ങാണ്. അപ്പോൾ ഇത്തരം ചെറുപ്പക്കാരെയും മുസ്ലിങ്ങളെയും ഈ വേട്ടയാടുന്ന ഈ സമീപനത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് തന്നെ ഇപ്പോൾ ഒന്ന് KN മർക്കസ് ദേവൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം ഇതിനെതിരെ ഞങ്ങൾ സമാനമായിട്ട് ആരുമായി സഹകരിച്ച് പോരാട്ടത്തിന് തയ്യാറാണ്. അങ്ങനെ എല്ലാ സംഘടനകളും ആ ഒരു സമീപനം സ്വീകരിച്ചാൽ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ടും സർക്കാരും തിരുത്താൻ തയ്യാറാവും, പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കാനും തയ്യാറാവും. നേരത്തെ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. മുസ്ലിം സംഘടനകൾ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? പലപ്പോഴും സുപ്രഭാതം ഈ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിലുള്ള എഡിറ്റോറിയൽ നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു പ്രസ്താവനകളോ ഈ പറഞ്ഞതുപോലെയുള്ള ശക്തമായ പ്രസ്താവനകൾ വരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായത്തെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആഭ്യന്തരമായി മുസ്ലിം സംഘടനകളുടെ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ സംസ്ഥയിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, അതൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ ബാധിക്കുന്നുണ്ട്. ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള ക്ലാഷ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ
ഈ ശൈഥില്യത്തിന് മുതലെടുക്കാൻ രാഷ്ട്രീയക്കാർക്കും സാധിക്കും. ആ മുസ്ലിം സംഘടനകൾ ഐക്യപ്പെട്ട് പൊതു പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇത്തരം പോലീസിൻ്റെ ഈ തെറ്റായ സമീപനത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ മുസ്ലിം സംഘടനകൾ തന്നെ ഏകോപിച്ച് മുന്നോട്ട് നീങ്ങാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അതിന് മുൻകൈ എടുക്കേണ്ടത് മുസ്ലിം ലീഗാണ്. അത് അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ അത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുത്താൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. അതിന് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഏറ്റെടുക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവണം. അപ്പോഴേ ഇത് വിജയിക്കുള്ളൂ. ഇത് കേവലം ഒരു മുസ്ലിം പ്രശ്നമല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നേതൃത്വം നൽകേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ്സാണ്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രൈസ്തവ ഇപ്പോൾ കാസ വന്നതോടുകൂടിയാണ് ക്രൈസ്തവർ വേറെ ഇത് വന്നത്. തീവ്രവാദ ലൈനിലേക്ക് നീങ്ങി ക്രിസ്ത്യാനിറ്റിയിലും ഇതിൻ്റെ പ്രതിഫലനമുണ്ട്. അതിലെ നല്ലൊരു വിഭാഗം ഈ തീവ്രവാദ ലൈനിലേക്ക് നീങ്ങിയെങ്കിലും നല്ലൊരു വിഭാഗം പോലീസിൻ്റെ പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലും തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ഈ ഇതിൽ ഇപ്പം ഇന്ന് അൻവറിൻ്റെ പ്രസ്താവനയിൽ തന്നെ അതുണ്ട്. മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്വീകരിച്ച ക്രൈസ്തവ വിരുദ്ധ സമീപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമീപനവും കൂടി വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ മതങ്ങളെയും അതുപോലെ സെക്യുലർ ഫാബ്രിക്കിനെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അല്ല മുസ്ലിങ്ങളെ മാത്രമല്ല, സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുക എന്നുള്ളത് ആ ഒരു സമീപനത്തിലേക്ക് പോലീസിൻ്റെ നടപടി ബാധിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിനെ തന്നെയാണ് കാര്യമായി ബാധിക്കുക. CPM-നെയും ബാധിക്കും. CPM-നെ ഇത് കാര്യമായി ബാധിക്കാൻ പോവാണ്. CPM-ൻ്റെ അണികൾ ചിതറിപ്പോവാനും മറ്റു പാർട്ടികളിലേക്ക് പോകാനും സംഘപരിവാറിന് അവിടെ അവസരം സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ CPM ആണ് ഇതിന് ശരിക്കും നേതൃത്വം നൽകേണ്ടത്. പാർട്ടി ആലോചിക്കേണ്ടത് സർക്കാർ നിലനിൽക്കണമോ പാർട്ടി നിലനിൽക്കണമെന്നുള്ള ആ നിലക്ക് CPM താത്വികമായി നിലപാട് സ്വീകരിച്ചാൽ കേരളം രക്ഷപ്പെടുള്ളൂ. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഒരു വേള സംഘപരിവാർ ശക്തികൾക്ക് കൂടുതലായും അവസരങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയല്ലേ ഈ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കാണേണ്ടത്? ഈ പോലീസ് ഉണ്ടാക്കി കൊടുത്ത പ്രശ്നങ്ങൾ കൂടെയാണ് BJP സംസ്ഥാനത്ത് വേരുറപ്പിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ ശബരിമല സമരം സത്യത്തിൽ അത് പോലീസിൻ്റെ ഒരു കളിയിലാണ്. അത് അന്ന് സത്യത്തിൽ UDF കോൺഗ്രസ് ഈ ശബരിമല വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് BJPക്ക് വല്ലാതെ മുതലെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് അത് തൃശ്ശൂർ പൂരത്തിലേക്ക് വന്നപ്പോൾ അതിശക്തമായി പോലീസ് അടിയിൽ കൂടി കളിക്കും. ആ ഒരു പീക്ക് ടൈമിലാണ് പോലീസ് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായൊരു സമീപനം സ്വീകരിക്കാൻ ആ ഇലക്ഷന് തൊട്ട് മുന്നേ വന്നതുകൊണ്ട് BJPക്ക് കാര്യങ്ങൾ എത്രയും എളുപ്പമായി. അപ്പോൾ ആ ഒരു സാഹചര്യം ഇനിയും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളിൽ ഈ പോലീസ് തന്നെയാണെങ്കിൽ കേരളത്തിൽ BJPക്ക് നമ്മൾ ത്രിപുരൊന്നും ഒരു കാലത്തും CPM-ൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന നമ്മൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ ആ ഒരു ഗതി ഉണ്ടായിട്ട് നമ്മളും കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം RSSൻ്റെ ശാഖയുള്ള സംസ്ഥാനം കേരളമാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഇവരുടെ കൈകളിൽ അമർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവർക്ക് ഭരണം കിട്ടുക എന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് 8 വർഷങ്ങളായി തുടരുന്നൊരു കാര്യമാണെന്ന് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്താണ് ഇത് ഉയർന്നു വരുന്നത്. PV അൻവർ MLA ഇത് ഉയർത്തുന്നത് CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നൊരു സമയത്ത് കൂടിയാണ്. ഇതിൽ അവർക്കിടയിലുള്ള ഒരു പടലപ്പിണക്കമോ അതല്ലെങ്കിൽ അവർക്കിടയിലുള്ള വിഭാഗീയതയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നതിന് കാരണമെന്ന് പലപ്പോഴും നിരീക്ഷകർ പറയുന്നുണ്ട്. ഇതിലെത്രമാത്രം ശരിയുണ്ട്? അതിൽ ഈ ആരോപണങ്ങൾ പണ്ടേ വന്നുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളിൽ നിന്നും സെക്യുലർ മേഖലകളിൽ നിന്നൊക്കെ ആരോപണം വന്നപ്പോഴും അതിനിവർ നേരിട്ടത് അത് തീവ്രവാദികളുടെ ഒരു ആരോപണമാണ്, ഒരു മത തീവ്രവാദികളാണ്. ഇപ്പോൾ ഇവിടെ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടായപ്പോൾ അതുപോലും തീവ്രവാദികളാണ്. ഇപ്പോൾ ഈ എലത്തൂർ തീവപ്പ് കേസുണ്ടായപ്പോൾ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം തന്നെ ഇതിന് ഷഹീൻ ബാഗിലെ സമരവുമായിട്ട് ഈ പ്രതിയെ കൂട്ടിക്കെട്ടുക ചെയ്തു. അങ്ങനെ എല്ലാവരെയും തീവ്രവാദ ചാപ്പ കുത്തിയപ്പോൾ പലരും അതിൽ നിന്ന് പിന്മാറി. കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് പിന്മാറി. ഇത്തരം കേസുകളിൽ ഇടപെടാൻ അവർ ഇതാക്കിയിട്ടില്ല, വിസമ്മതിച്ചു. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ CPM-ൻ്റെ ഉള്ളിലെ ഫ്രാക്ഷൻ അല്ല ഇത്. സത്യത്തിൽ ഇത് ഞാൻ പറയില്ല, തുടർന്നു കൊണ്ടിരുന്ന ഒരു വിഷയത്തിൽ അൻവറിന് ചില പ്രശ്നങ്ങൾ വന്നു, അല്ലാതെ CPM-ൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായാലും അത് പുറത്തു വരാവുന്ന രൂപത്തിലല്ല. അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് EP ജയരാജൻ പോയിട്ട് ഇയാളെ കണ്ടു, പ്രത്യേകനെ കണ്ടു.
പോലീസ് DGP പോയിട്ട് കണ്ടു. ഇതൊന്നും അവരിൽ പ്രശ്നം വന്നിട്ടില്ല. കാരണം അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇടതുപക്ഷമായാലും CPM ആയാലും അതിനകത്തുള്ള അഭിപ്രായ ആന്തരങ്ങൾ പണ്ടത്തെ പോലെ ചർച്ച ചെയ്യുന്നില്ല, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ച ഒരു ഭരണം, ഒരു സ്റ്റേറ്റ്, ആ ഒരു രൂപത്തിലേക്ക് കേരളം മാറിയതുകൊണ്ട് CPMലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ മാത്രം അവർക്ക് ധൈര്യമില്ല. ആ രൂപത്തിൽ എല്ലാ അണികൾ രൂപപ്പെട്ടതെന്ന് ഇന്നലെ തെരുവിലിറങ്ങാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് തെരുവിലിറങ്ങിയതെന്ന് പോലും അവർക്ക് നിശ്ചയമില്ല. സ്വന്തം പാർട്ടി MLAക്കെതിരെയാണ് ഒരു പാർട്ടിയും ഒരു സർക്കാരും തെരുവിലിറങ്ങുന്നത്. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. ഈ സ്വന്തം MLAക്കെതിരെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മെഷീനറി മുഴുവൻ തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിയുടെ പരാജയമാണ്, ആദർശപരമായ പരാജയമാണ്. ആ പരാജയത്തിലേക്ക് എത്തിപ്പെട്ടു. അവസാനമായിട്ട് പിന്നെ പൊതുവെ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിക്കുക, പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ സ്വീകരിക്കുന്ന രീതിയാണ് സ്വതന്ത്രരെ പരീക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അൻവർ PV അൻവർ MLA ആകുന്നത്. KT ജലീൽ, കാരാട്ട് റസാഖ്, നിയാസ് പോളിക്കലകത്ത്, ഇങ്ങനെ ഒരുപാട് ആളുകളെ പരീക്ഷിക്കുന്ന അവസാനം ഹംസ സാഹിബിനെ ഒക്കെ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്വതന്ത്രരിലൂടെ ചില മണ്ഡലങ്ങൾ പിടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിന് തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. മാത്രമല്ല CPM ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസം, അടിസ്ഥാന വർഗം എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്ന് CPM പോയി. സ്വതന്ത്രർ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആളുകളൊക്കെ സാമ്പത്തികമായ ഭദ്രത ഉള്ള ആളുകൾ. അതായത് ആ മണ്ഡലം അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്, നിങ്ങൾ ജയിച്ചോളി. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അൻവറിൻ്റെ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരൊറ്റ CPM നേതാവ് പോലും നിലമ്പൂരിലേക്ക് പോയിട്ടില്ല. അൻവറിൻ്റെ പൈസ, അൻവറിൻ്റെ ആളുകൾ, അവർ അപ്പോൾ പാർട്ടിക്ക് ചിലവില്ലാതെ ഒരു മണ്ഡലം കിട്ടുകയും അവരെ പരമാവധി സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും. കാരണം അൻവർ വെല്ലുവിളിച്ചല്ലോ, എൻ്റെ MLA സ്ഥാനം CPMൻ്റെ ഔദാര്യമല്ല. അത് പറയാൻ കാരണം അൻവറിൻ്റെ പണം, അൻവറിൻ്റെ ആളുകൾ. പക്ഷെ അതിനെ അൻവർ എന്നെ തിരുത്തുന്നുണ്ട്. അത് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല, ഇടതുപക്ഷക്കാർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ആ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ അദ്ദേഹമായിട്ടുള്ള സംസാരത്തിന് ശേഷമാണ്. പിന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അപ്പോൾ എനിക്കൊന്നുമല്ല എന്നുള്ള രൂപത്തിൽ തന്നെ. അപ്പോൾ ഇതാണ് എല്ലാം. ഇപ്പം മറ്റു ചില മന്ത്രിമാരെ പരിഗണിച്ചാലും അവരുടെ ഇപ്പം ലീഗിലേക്ക് തിരിച്ചുപോയ അലിയായിരുന്നാലും ഇവരൊക്കെ സാമ്പത്തികമായി വലിയ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വന്നവരെ സ്വീകരിച്ചിരുത്തുക എന്നുള്ളത് അവരുടെ നയപരമായൊരു പരാജയമാണ്. ആ പരാജയം വന്നത് ആ ഒരു ജീർണത CPMനെ ബാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ. മുമ്പ് കാലഘട്ടങ്ങളിൽ സാംസ്കാരിക നായകന്മാരെ അങ്ങനെ സ്വീകരിച്ചിരുന്നതിൽ നിന്ന് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ അവസാനമായിട്ട് ഈ സ്വതന്ത്ര MLAമാരുടെ, അതായത് KT ജലീൽ, ഇതിന് പിന്തുണ അതെ റഹീം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അൻവറിനെ പൂർണ്ണമായും തള്ളുന്നുമില്ല, അതോടൊപ്പം തന്നെ പൂർണ്ണമായും സ്വീകരിക്കുന്നുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഭാവി എന്തായിരിക്കും അവസാനം? അവരുടെ ഭാവിയെക്കുറിച്ചാണ് അവർക്ക് തന്നെ ഇപ്പോൾ ആശങ്ക ഉള്ളത്. ഇപ്പോൾ ജലീലുമായിട്ട് ഇന്നലെ ഒരു ചാനൽ ചർച്ച ചെയ്തപ്പോൾ ജലീൽ മാനസികമായി അംഗീകരിക്കുക എന്നാൽ ഞാൻ ഒക്ടോബർ 2 പറയുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്നും അവർക്ക് സമ്മർദ്ദങ്ങൾ വരും. ഈ സമ്മർദ്ദങ്ങൾ എങ്ങനെ അവരെ ബാധിക്കുന്നു? അൻവറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രതയും പഴയ ഏറനാടൻ ആ ഉശിരുമൊക്കെ ഉള്ളതുകൊണ്ട് അൻവർ പിടിച്ചു നിൽക്കുന്നു. അത് എത്രമാത്രം എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തെ മറികടക്കുക എന്നുള്ളത് എല്ലാവരും ഒരുമിച്ചെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. CPM തിരുത്തേണ്ടടുത്ത് തിരുത്തേണ്ടതുണ്ട്. തിരുത്തും എന്ന് മുൻകാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ തുടർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ കൃത്യമായി ഇതിലേക്ക് ഇടപെടേണ്ടതുണ്ട്, മുസ്ലിം സംഘടനകൾ ഇടപെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും നല്ല നിർഭയത്വമുള്ള, പ്രയാസങ്ങളില്ലാത്ത ഒരു സമൂഹവും ആക്രമിക്കപ്പെടാത്ത, അനീതിക്ക് ഇരയാക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ BPA ഗഫൂർ സാഹിബാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.